ഉപാധികളില്ലാത്ത ബന്ധങ്ങളുടെ ഊർജ്ജമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുടുംബവും സമൂഹവും മതവും ചിഹ്നങ്ങളുമൊക്കെ കർശന ഉപാധികൾ വെക്കുമ്പോൾ വേരറ്റു പോകുന്നത് രക്തബന്ധങ്ങളുടെ പോലും ഇഴയടുപ്പങ്ങളാണ്. അധ്വാനിച്ച് കഴിയുന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന വാർദ്ധക്യങ്ങൾ തെരുവിൽ അനാഥമാകുന്നതിലെ കാരണവും മറ്റൊന്നല്ല. അവർ മനോരോഗികളായോ മക്കളുടെയോ അച്ചിമാരുടെയോ ഒക്കെ സ്റ്റാറ്റസിന് നിരക്കാത്തവരായോ മുദ്രകുത്തപ്പെട്ട് നിഷ്കരുണം ഉപേക്ഷിക്കപ്പെടുന്നു. ഇവർക്ക് ജീവിത സായാഹ്നത്തിൽ ഒരു കൈത്താങ്ങാവുകയാണ് ആലപ്പുഴയിലെ അഗതി മന്ദിരം. രക്തബന്ധത്തിന്റെ സങ്കുചിത വഴികളിൽ നിന്ന് ഇവർ സനാതത്വത്തിന്റെ സംരക്ഷണത്തിലാണ്. ജീവിതത്തിന്റെ സമാന്തരതകൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ 32ഓളം അന്തേവാസികളുമുണ്ട്. എങ്കിലും ഏതോ ചില നിമിഷങ്ങളിൽ ഈ അമ്മമാരുടെ കണ്ണുകൾ ഈറനണിയുന്നത് കാണാം. നോക്ക് 3 പിള്ളേര് എല്ലാം ഗൾഫിലൊക്കെയാ. നമ്മളനാഥ മന്ദിരത്തിൽ മുനിസിപ്പാലിറ്റിയിലെ സാറുമാരെ എന്നെ ഇവിടെ ആക്കി. കൊച്ചുമക്കളാരും വരാറില്ലേ? ആരും വന്നിട്ട് അവരുടെ ഒന്നും കല്യാണത്തിന് പോലും ഞാനിവിടെ കിടക്കുക. വർഷങ്ങളായി മോനെ, കണ്ണുനീരൊഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല, അറിയാമോ. മറ്റു ചിലരോ ഉള്ള നിറയെ സ്നേഹം മൂടിവെച്ച് നോക്കിലും വാക്കിലും പെരുമാറ്റത്തിലും പിശുക്കി മാറി നിൽക്കുന്നതും കാണാം. തങ്ങളെ അനാഥരാക്കിയ മക്കളോടുള്ള നിശബ്ദ പ്രതിഷേധമായാണ് അത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ. 75.8 വർഷമാണ് കേരളത്തിലെ ആയുർദൈർഘ്യം. വൃദ്ധജനങ്ങളും അവരുടെ അവകാശങ്ങളും അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു ദുഃഖസത്യമാണ്. വൃദ്ധസദനങ്ങളുടെയും അവയിലെ അന്തേവാസികളുടെയും എണ്ണം മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുകയും ചെയ്യുന്നു. ശാരീരികമായും മാനസികമായും സംരക്ഷണം ഏറെ ആവശ്യമുള്ള വാർദ്ധക്യകാലത്താണ് എല്ലാ ജീവിത സാഹചര്യങ്ങളുമുള്ള ഉന്നത കുടുംബങ്ങളിലെ വൃദ്ധജനങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടുന്നത്. 22 പെണ്ണുങ്ങളും 7 ആണുങ്ങളും ഉള്ളു. ഇവിടെ ചില 2-3 കുടുംബക്കാർ നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള മക്കളൊക്കെ നല്ല ഗവൺമെന്റ് ജോലിയും അതുപോലെ നമ്മുടെ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉദ്യോഗസ്ഥൻ വരെയുള്ള ആ ലെവലിലുള്ള ആൾക്കാർ വരെ ഇവിടെയുള്ള മക്കളുടെ തന്തമാരിവിടെ ഉണ്ട്. പക്ഷെ ഇവരാരും ഒന്ന് പുറത്തു പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളാണ്. അവരാണ് വൃദ്ധസദനങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ അധികമായി ഉള്ളതും. കേവല രക്തബന്ധങ്ങളുടെയോ വൈകാരിക ബന്ധങ്ങളുടെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല കേരളീയ സമൂഹത്തിന്റെ കെട്ടുറപ്പ്. എന്നാൽ ഇന്ന് കോർപ്പറേറ്റ് നവലിബറൽ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖല തന്നെ സമൂഹത്തോടും രാഷ്ട്രീയത്തോടും എന്തിന് മനുഷ്യബന്ധങ്ങളോട് തന്നെ വിമുഖതയും പുച്ഛവുമുള്ള സന്തതികളെയാണ് സൃഷ്ടിക്കുന്നത്. സുമനസ്സുകളാണ് ദിവസേന ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നത്. അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴുമേ സുഖമുള്ളൂ എന്നറിയാവുന്ന നന്മയുടെ മനുഷ്യത്വത്തിന്റെ കണിക പറ്റിയിട്ടില്ലാത്തവർ. മാതാപിതാ ഗുരുദൈവം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പഠിച്ച പ്രബുദ്ധ മലയാളത്തിന് എന്താണ് സംഭവിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും പ്രബുദ്ധ കേരളത്തിന് ഇന്ന് എന്താണ് ഈ മൂല്യച്യുതിക്ക് കാരണം? ക്യാമറാമാൻ മർഡോണ വർഗീസിന്റെ ക്യാമറ കാഴ്ചകൾക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ.